എല്ലാ മലയാളി നേഴ്സസിനെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഇൻ്റർവ്യൂവിന് പോകാനായി റെഡിയാവാം. നമ്മളിങ്ങനെ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ കൂട്ടുകാർ നമുക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സാധനമൊക്കെ അയച്ചു തരുന്നത്. നമ്മൾ നോക്കും നല്ല ഒരു ഹോസ്പിറ്റലാണ്, നല്ല സാലറി പാക്കേജൊക്കെ ഉണ്ട്, എന്നാൽ അറ്റൻഡ് ചെയ്തേക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോകും. പക്ഷേ എങ്കിൽ എന്താ, നമ്മൾ ആവശ്യത്തിന് പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല, അന്ന് നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങളും ചെയ്യും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പോകാൻ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യം കോൺഫിഡൻസാണ്. അതാണ് നമുക്കില്ലാത്തതും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും വരുത്താൻ പറ്റത്തില്ല. നമുക്ക് പരമാവധി കോൺഫിഡൻസ് ഉള്ളതായിട്ട് ആക്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ പോകുമ്പോൾ നമ്മളെ മനസ്സിനോട് പറയുക, ആ ഇൻ്റർവ്യൂവിൽ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ കുറേ നമ്മൾ ആൻസർ ചെയ്യും. കാരണം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ ജോലി വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല, അത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് നമ്മൾ ഇൻ്റർവ്യൂവർ മാത്രമേ ഉള്ളൂ. നമ്മളെന്തൊക്കെ മണത്തരങ്ങൾ പറഞ്ഞത് നമുക്കും ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പുറത്തുള്ള ആൾക്കാരൊന്നും അറിയുന്നില്ല. അപ്പം പിന്നെ നമ്മളതോർത്ത് ഇങ്ങനെ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ ആൻസർ ചെയ്യുക, ബാക്കിയെല്ലാം ദൈവം തരുന്ന പോലെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ നല്ല കൂളായിട്ട് കോൺഫിഡൻ്റായിട്ട് നമ്മൾ പോവുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ജനറൽ അപ്പിയറൻസ്, അതായത് നമ്മളെ ഗ്രൂമിങ്. ഇൻ്റർവ്യൂവിന് പോകുന്ന ദിവസം നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, കുളിക്കുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക. അപ്പോൾ അതിൽ കൂടുതൽ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. എന്നും കഴിക്കുന്ന അളവ് എത്രയാണോ അത്തരത്തിലുള്ള ഫുഡ് കഴിക്കുക. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ സ്നാക്സ്, വെള്ളമൊക്കെ നമ്മൾ കയ്യിൽ കരുതുക. കാരണം ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും ആൾക്കാർ ചിലപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒത്തിരി നാളും ക്യൂവിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും വിശക്കും, നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽ താഴും. അപ്പം എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ്, വെള്ളമൊക്കെ ഉണ്ടാവുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളെപ്പോഴും ഡ്രസ്സ് ചെയ്യുമ്പോൾ ലൈറ്റ് കളർ ഡ്രസ്സ് ചൂസ് ചെയ്യുക. ഒരുപാട് കടും കളർ ഒരിക്കലും ഇൻ്റർവ്യൂവിനെ ചൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും അങ്ങനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും അത് പ്രിഫർ ചെയ്യുന്നത്. നന്നായിട്ട് തേച്ച്, ചുളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ തേച്ചിടുക. പിന്നെ നമ്മൾ ചില ടീഷർട്ടുകളൊക്കെ ഉണ്ട് തേക്കേണ്ട ആവശ്യമില്ലാതെ, പരമാവധി അങ്ങനത്തെ ഡ്രസ്സ് ഒഴിവാക്കുക. കാരണം ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കൊന്ന് തോന്നട്ടെ നമ്മൾ ജസ്റ്റ് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ റെഡി ആയിട്ടുണ്ട്, എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരം ഡ്രസ്സുകൾ ഒഴിവാക്കിയിട്ട് കഷ്ടപ്പെട്ട് തേച്ചിടേണ്ട മോഡൽ ഡ്രസ്സുണ്ടല്ലോ, കോട്ടൻ്റെ, അങ്ങനത്തെ ഡ്രസ്സ് ഇടുക. പിന്നെ നമ്മളൊരു മോഡലിനെ പോലെ മുടിയൊക്കെ ഇങ്ങനെ പടത്തി ഇട്ട് ഒരുപാട് ബ്ലഷും, പെണ്ണുങ്ങളായിട്ട് ഞാൻ ഉദ്ദേശിച്ചു, ഒരുപാട് ബ്ലഷും പിന്നെ കണ്ണിൻ്റെ മുകളിലൊക്കെ ഒരുപാട് കടും കളറൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു മോഡലിങ്ങിന് പോകുന്ന പോലെ പോകാൻ പാടില്ല. നമ്മളൊരിക്കലും മാന്യമായിട്ടുള്ള ഡ്രസ്സാണ് ധരിക്കാൻ. മാന്യമായിട്ടുള്ള ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചർച്ചിലൊക്കെ പോകുമ്പം എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ, മാന്യമായ ഡ്രസ്സ് ധരിക്കാം. അതായത് നമ്മുടെ മുട്ടിന് താഴെ മുട്ട് കവർ ചെയ്ത് ഇരിക്കണം, മേളിൽ നമ്മുടെ ഷോൾഡർ വരെ കവർ ചെയ്തിരിക്കുന്ന ഡ്രസ്സായിരിക്കണം നമ്മൾ ഇടേണ്ടത്. അതുപോലെ തന്നെ മുടിയൊക്കെ നമ്മൾ ചീകി ഒതുക്കി പോണിറ്റെയിൽ കിട്ടുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും അഴിച്ചിടാൻ പാടില്ല. പിന്നെ ഒരുപാട് എണ്ണയൊക്കെ വെച്ച് ഇങ്ങനെ പരത്തി വെക്കാനും, നല്ല പരത്തി ഇങ്ങനെ വെക്കാനും പാടില്ല. നമ്മുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ വേർപ്പിൻ്റെ സ്മെല്ലൊന്നും അവർക്ക് അടിക്കുന്നത് നല്ലതല്ല. അത് നമ്മളെ പറ്റി ഒരു ബാഡ് ഇമ്പ്രഷനായിരിക്കും അവർക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല, അതായത് ഒരുപാട് കട്ടി മണമുള്ള സ്പ്രേ അല്ല, ലൈറ്റ് സ്മെല്ലുള്ള ഒരു സ്പ്രേ ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ജനറലായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊരു ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ആയിട്ട് പോവുക. അതിപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വേറെ ചാനലുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ പറയുമ്പം നമ്മുടെ പേരെന്താണ്, നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മൾ എവിടെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്, നമുക്ക് അതിനുശേഷം എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എക്സ്പീരിയൻസ് ഉള്ളത്, ഇപ്പം നമ്മൾ എന്തൊക്കെ ഡ്യൂട്ടികളും റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ പേരിലുള്ള കഴിവുകൾ ഏതൊക്കെയാണ്, ഞാനെന്ന വ്യക്തി ഇങ്ങനെയാണ്, ആ രീതി പറഞ്ഞ് സിമ്പിളായിട്ട് അവസാനിപ്പിക്കുക. ഒരുപാട് കള്ളങ്ങളും ഇതും തട്ടലുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് എവിടുന്ന് കാണാപ്പാടം പഠിച്ചതാണ്. പക്ഷെ നമ്മൾ കാണാപ്പാടം പഠിച്ച് പ്രിപ്പയർ ചെയ്യണം, അത് വേറൊരു കാര്യം. എന്നാൽ അവർക്ക് തോന്നാനും പാടില്ല നമ്മൾ ഇങ്ങനെ പഠിച്ച് പ്രിപ്പയർ ചെയ്തെന്ന് അവർക്ക് തോന്നാനും പാടില്ല. പിന്നെ നമ്മളോട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസാണ്, നീ എന്തുകൊണ്ട് നേഴ്സിംഗ് ചൂസ് ചെയ്തു, ഒരു നേഴ്സിൻ്റെ കറക്റ്റായിട്ടുള്ള റോൾസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നമ്മൾ എന്താ പറയുക, നമ്മൾ സെർച്ച് ചെയ്ത് കിട്ടിയ ആൻസർ പറയുന്നതിനേക്കാൾ നല്ലത്
നമ്മൾ ജെന്യുവനായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ആൻസർ പറയുന്നതായിരിക്കും നല്ലത്. എക്സാമിന് ഞാൻ ചോദിക്കുക, അവർ ചോദിക്കുവാണ് നിങ്ങൾ എന്തിനു നേഴ്സിംഗ് ചൂസ് ചെയ്തു. അപ്പം നമ്മളിങ്ങനെ വല്ലവരുടെയും കഥ കേട്ട് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാനിങ്ങനെ ഫ്ലോറസ് റൈറ്റിങ്ങുകളിൽ ഇപ്പോൾ തന്നെ ആവാൻ വേണ്ടി വന്നതാണ്, അങ്ങനെ ഇങ്ങനെ ബ്ലാ ബ്ലാ പറയുന്നേക്കാളും നല്ലത് നമ്മൾ നമ്മുടെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഏറ്റവും നല്ല സ്കോപ്പുള്ള ഒരു പ്രൊഫഷൻ ഇതായിരുന്നു, ഞാൻ അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു. നമ്മുടെ ജെന്യുവൻ ആൻസർ തന്നെ ആയിരിക്കും പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നേഴ്സുമാർ ഓരോരുത്തരും എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം അതായത് നമ്മൾ ഒരു CV നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പോൾ CV നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇതിനു മുമ്പ് എവിടെയാണ് വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് അങ്ങ് ചോദിക്കുക. ഇപ്പം നമ്മൾ വാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഇപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾ വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ മെഡിക്കൽ കേസുകൾ നിങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ ഒരു സിനാരി ആയിരിക്കും കേട്ട് വരുന്നത്. ഒരു പേഷ്യൻ്റ് വന്നു, അപ്പം ആ പേഷ്യൻ്റ് ഇന്ന സിംറ്റംസ് ഉള്ളു, അപ്പം നീ അടുത്ത് എന്തായിരിക്കും ചെയ്യുക. അതിപ്പം നമുക്ക് ഒരിക്കലും അത് പ്രിഡിക്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല. അവർ എന്ത് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിക്കുക. നമ്മൾ വാർഡിൽ കണ്ടിട്ടുള്ള കേസാണ്, നമുക്ക് അങ്ങനെ ലക്കാണ്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫെയിൽ ആയിരിക്കും, അത് കുഴപ്പമില്ല. പിന്നെ വാർഡിലുള്ളവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്, അവിടെ നമ്മൾ നേഴ്സിംഗ് അസസ്മെൻറ്റ് ചെയ്യുമല്ലോ, ഒരു നേഴ്സിംഗ് അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറയും. പിന്നെ ബ്രാഡൻ സ്കോർ ചോദിക്കാറുണ്ട്, ഫോൾസ് റിസ്ക് ചോദിക്കാറുണ്ട്, പെയിൻ സ്കോർ എങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ട്രക്യോസ്റ്റമി പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, അപ്പോൾ ട്രക്യോസ്റ്റമി കെയർ എങ്ങനെയാണ്, അങ്ങനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പിന്നെ കണ്ടീഷൻസ് കൂടുതലും അപ്പൻഡിസൈറ്റിസ്, പാൻക്രിയാറ്റൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസ് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ മെയിനായിട്ട് മാനേജ്മെൻറ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർ നമുക്കൊരു സിനാരിയോ തന്നിട്ട് നിങ്ങളപ്പോൾ എന്ത് ആക്ഷൻ ആയിരിക്കും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. നമ്മളെപ്പോഴും ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ട് നേരെ നമ്മൾ നമ്മുടെ നേഴ്സിംഗ് കെയറിലോട്ടാണ് ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഹൗ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമുക്കത് അറിയത്തില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ ആലോചിച്ച് ഒരുപാട് പൊട്ടത്തരങ്ങൾ പറഞ്ഞു കൂട്ടുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ആ ക്വസ്റ്റ്യൻ തന്നെ അറിയത്തില്ല എന്ന് തന്നെ പറയുക. അപ്പം അതായിരിക്കും നല്ലത്. പിന്നെ നമുക്കൊരു സിനാരിയോ ബേസ് ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മൾ പെട്ടെന്ന് ചാടിക്കൊരു ഉത്തരം പറയേണ്ട കാര്യമില്ല. നമ്മളൊരു 10 സെക്കൻഡ് ആലോചിച്ചിട്ട് വിദഗ്ധമായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നേഴ്സസിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കുറച്ച് നോർമൽ വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ഇങ്ങനെ ഒരു ജനറലായിട്ടുള്ളൊരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ പറയാമെന്നുണ്ട്, എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻ്റായിട്ട് പറയാം. അപ്പം പിന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ആ കമൻറ്റ് വായിക്കുമ്പോൾ അത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ അങ്ങനെ അവസാനിക്കുന്നു.